ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കാണാതായ വർഷയുടെ ഭർത്താവ് വിക്രം, അയാളിപ്പോ എവിടെയുണ്ട്? വീട്ടിലുണ്ടാവും സർ. അയാൾക്ക് എന്താ വട്ടാണോ? എന്താ സാർ അങ്ങനെ ചോദിച്ചത്? അയാൾ സ്റ്റേഷനിൽ വന്നിരുന്ന് വെള്ളം ഉണ്ടാക്കി. അന്വേഷണത്തിന്റെ കാര്യത്തില് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. ഡിപ്പാർട്ട്മെന്റ് അനുവദിച്ചിട്ടുള്ള പരിമിതമായ സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് ഓരോ മുക്കും മൂലയും ഞങ്ങൾ അരിച്ചു പറക്കി കഴിഞ്ഞു. ഫയർഫോഴ്സും പരിശോധന നടത്തുന്നുണ്ട്. പറയുന്നത് ടെൻഷൻ അടിപ്പിക്കാനല്ല, അവിടെ വീണിട്ടുള്ള ആരെയും ജീവനോടെ കിട്ടിയിട്ടുള്ള ചരിത്രമില്ല. സത്യം പറഞ്ഞ പൂർണ്ണമായ ശവശരീരം പോലും കിട്ടിയിട്ടില്ല. കാട്ടുജന്തുക്കൾ കടിച്ചു മുറിച്ച അവസ്ഥയിലും അഴുകി ജീർണിച്ച അവസ്ഥയിലുമുള്ള ചില ശരീരഭാഗങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതും കിട്ടിയെങ്കിൽ കിട്ടിയെന്ന് പറയാം. പക്ഷേ കാണാതെ ഇത്രയും നേരം കഴിഞ്ഞിട്ടും വർഷയുടെ ബോഡിയോ വസ്ത്രങ്ങളോ പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ സ്ഥിതിക്ക് വർഷയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് കരുതിക്കൂടെ സർ? നിർത്തിവെച്ചിരിക്കുന്ന വർഷയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ വീണ്ടും ആരംഭിക്കണം എന്നുള്ള ആവശ്യമാണ് ഞങ്ങൾക്കുള്ളത്. വർഷ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവെന്നാണോ നിങ്ങളുടെ വിശ്വാസം? അതിന് സാധ്യത വളരെ കുറവാണ്. ഇനി വന്യമൃഗങ്ങളെങ്ങാനും കടിച്ചെടുത്ത് ദൂരേക്കെങ്ങാനും കൊണ്ടുപോയോന്നറിയില്ല. സർ, എന്റെ കുഞ്ഞനിയത്തിയാണ്. ഇനിയും കണ്ടു സ്നേഹിച്ചും കൊതി തീർന്നിട്ടില്ല ഞങ്ങൾക്ക്. അഥവാ വർഷയുടെ മരണം സംഭവിച്ചെന്ന് തന്നെ ഇരുന്നോട്ടെ, അന്വേഷണം നിർത്തിവെക്കരുത് സാർ. വർഷയും നിങ്ങൾ തമ്മിലുള്ള അറ്റാച്ച്മെന്റും നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അന്വേഷണം പൂർണ്ണമായി നിർത്തിവെച്ചിട്ടൊന്നുമില്ല. വീണ്ടും ഊർജിതമായി അന്വേഷിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യാം. ഒരു മിനിറ്റ് സാർ. ഓക്കെ സാർ, ഞാൻ വരുന്നുണ്ട്. ഞാൻ ആളെ അയക്കാം. ഓക്കെ സാർ. രാജീവിന്റെ ആക്സിഡന്റിന്റെ കാര്യം അവൻ വന്ദനയോടെങ്ങാനും പറഞ്ഞു കാണുമോ? ഇനിയിപ്പോ എന്തൊക്കെ പുകില ഉണ്ടാവാൻ പോകുന്നത്? ജഗന്റെ വിവാഹബന്ധവും തെറിക്കും, അകത്ത് കിടക്കേണ്ടിയും വരും. ഒരു സമാധാനം ഇല്ലല്ലോ ഈശ്വര. ഏതായാലും അവനെ ഒന്ന് വിളിക്കാം. ഫോൺ എടുക്കടാ, എനിക്ക് ജനിച്ചവനെ. ഇവനെന്താ ഫോൺ എടുക്കാത്തത്? ഞാൻ അവനോട് കടം ചോദിക്കുന്നു പേടിച്ചിട്ടാണോ? എന്തൊരു കഷ്ടമായത്. ആരാ വിളിച്ചത്? അത് ഈ എന്റെ ഒരു സുഹൃത്താ. അന്വേഷിക്കാന്നോ കേസ് പറഞ്ഞെങ്കിലും അയാൾക്ക് എന്തോ ഒരു താല്പര്യമില്ലാത്തതുപോലെ. എന്തായിരിക്കും കാരണം? അല്ല, ഇതാര് ശ്യാമോ? ഇരിക്കെ. ആ, താങ്ക്സ്. അത്ഭുതമായിരിക്കുന്നു.
ശ്യാം ഇങ്ങോട്ടൊന്നും വരുന്ന പതിവില്ലല്ലോ. സാധാരണ ഡൊണേഷൻ കൊണ്ടുവരുന്നത് അശോക് വർമ്മ സാറല്ലേ? അല്ല, എന്നെന്താ ഇങ്ങോട്ടൊക്കെ വരണമെന്ന് തോന്നിയത്? യഥാർത്ഥത്തിൽ കുറ്റം അച്ഛൻ്റെതാ. ഇങ്ങോട്ടൊന്നും വരാൻ അച്ഛൻ അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. തറവാട് വിട്ട കോളേജ്, കോളേജ് വിട്ട തറവാട്, പിന്നെ കുറച്ച് പുസ്തകങ്ങളും. അങ്ങനൊരു സർക്കിളിലാ അച്ഛൻ എന്നെ തളച്ചിട്ടിരുന്നത്. ഇന്നെന്തോ ഇന്ന് പണം ഇവിടെ കൊണ്ട് ഏൽപ്പിക്കാൻ എന്റെ കയ്യിൽ തന്നോട്ടു. അല്ല, എണ്ണി നോക്കുന്നില്ലേ? ഇല്ല, അതിപ്പോ വർമ്മ സാർ തന്നു പണമല്ലേ, അതിപ്പോ എണ്ണി നോക്കേണ്ട കാര്യമില്ല. ദാ. ഇവിടെ വരുന്ന സന്ദർശകർക്കൊക്കെ ഒരു ചുക്ക് കാപ്പി കൊടുത്താ സ്വീകരിക്കാറുള്ളത്. കാപ്പി ഒരെണ്ണം എടുക്കട്ടെ? സോറി, ഇപ്പൊ വേണ്ട, പിന്നെ ഒരിക്കലാവാം. ആയിക്കോട്ടെ. വർമ്മ സാറ് പറഞ്ഞ് ശ്യാമിന്റെ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ എനിക്കറിയാം. ശ്യാമിനെ കുറിച്ച് പറയുമ്പോ അദ്ദേഹത്തിന് വല്ലാത്തൊരു ടെൻഷനുണ്ട്. ശ്യാം വിവാഹത്തിന് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ടെൻഷൻ. വർമ്മ സാറുമായിട്ടുള്ള ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പുറത്ത് ഞാൻ ചോദിക്കുക, വയസ്സുകാലത്ത് വർമ്മ സാറിനും ഭാര്യയ്ക്കും ഒരു മരുമകളെ കൊടുത്തൂടെ? വിവാഹം കഴിപ്പിക്കുക, തറവാട്ട് ഭരണം എന്നെ ഏൽപ്പിക്കുക, എന്നിട്ട് അച്ഛനും അമ്മയും ഉത്തരവാദിത്തത്തിൽ നിന്ന് പിൻവലിയ, ഇതൊക്കെയാണ് അവരുടെ പദ്ധതി. അത് തികച്ചും ന്യായമായ ഒരു കാര്യമല്ലേ? ഒരു പെണ്ണിനെ കണ്ടു, ഇഷ്ടപ്പെട്ടു, വിവാഹത്തിന് സമ്മതം അറിയിച്ചിട്ടുണ്ട്. ഇനിയൊക്കെ വിധി പോലെ. വളരെ വളരെ സന്തോഷം. ഇനിയെങ്കിലും വർമ്മ സാറിന്റെ ടെൻഷൻ ഒഴിഞ്ഞ മുഖം കാണാമല്ലോ. ഇവിടുത്തെ അന്തേവാസികളെയൊക്കെ ഒന്ന് കാണുന്നതിൽ വിരോധമുണ്ടോ? വിരോധമോ? ഈ സ്ഥാപനത്തിന് ഏറ്റവും കൂടുതൽ സഹായങ്ങൾ തരുന്നത് വർമ്മ സാറാ. അദ്ദേഹത്തിന്റെ മകന് ഇവിടെ എപ്പോഴും സന്ദർശിക്കാം. പ്ലീസ് സർ, വരണം. കാണാതായ വർഷയുടെ ഭർത്താവ് വിക്രം, അയാളിപ്പോ എവിടെയുണ്ട്? വീട്ടിലുണ്ടാവും സാർ. അയാൾക്ക് എന്താ വട്ടാണോ? എന്താ സാർ അങ്ങനെ ചോദിച്ചത്? അയാൾ സ്റ്റേഷനിൽ വന്നിരുന്ന് വെള്ളം ഉണ്ടാക്കി. വർഷയെ ഉടൻ ജീവനോടെ പിടിച്ചു കൊടുക്കണമെന്നായിരുന്നു ഡിമാൻഡ്. അല്ലെങ്കിൽ സ്റ്റേഷൻ ഒന്നോടെ കത്തിക്കുമെന്നായിരുന്നു ഭീഷണിയും. ഭാര്യയെ കാണാതായ മാനസിക ഭ്രാന്തിയാണെന്ന് കരുതി അയാളെ ഞാനൊന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോ അയാൾ വീണ്ടും വന്നു. എന്റെ മുന്നിൽ കുറേ നേരം പൊട്ടിക്കരഞ്ഞു, മാപ്പും പറഞ്ഞു. പോലീസ് അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നും അയാൾ ഒറ്റയ്ക്ക് ഭാര്യയെ കണ്ടുപിടിക്കാമെന്ന് വീമ്പളക്കിയിട്ടുവാ പോയത്. പിന്നെ ഇതുവരെ അയാൾ ഇങ്ങോട്ട് വന്നിട്ടില്ല. മാനസിക വിഭ്രാന്തിയാണ് സാർ. വർഷ ഗർഭിണിയായിരുന്നു, അബോർഷനായി. അവളെ കാണാതാകും മുമ്പ് അങ്ങനെ ഒരു ദുരന്തവും സംഭവിച്ചിട്ടുണ്ട്. മാനത്തെ കൊട്ടാരം